sounds I hear. My foes are ever near me, around me and within. But Jesus draws still nearer and shield my soul from sin. Oh, let me hear you speaking in accents clear and still, above the storms of passion, the murmurs of self-will. Oh, speak to reassure me, to hasten or control. Oh, speak and make me listen, O guardian of my soul. I greet you all in the mighty name of our Lord and Savior Jesus Christ. ദൈവം മുന്നറിഞ്ഞവരെ യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. അത് തൻ്റെ പുത്രനായ യേശുക്രിസ്തു അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് തന്നെ. For those whom God foreknew, He also destined from the beginning to be molded into the image of His Son Jesus, that He might become the firstborn among many brethren. And those whom He foreordained, He also called, and those whom He called, He also justified, and those whom He justified, He also glorified. The book of Romans, chapter 8, verses 29 and 30. Dear sisters and brothers, ഒരുവൻ നിലവിളിക്കുമ്പോൾ നിലവിളിയുടെ മുമ്പിൽ നിന്നു പോകുന്ന യേശു, മാനുഷിക ശബ്ദത്തിന് സ്വർഗനാഥൻ്റെ ഇടപെടൽ, ഇവയൊക്കെയാണ് ഇന്നത്തെ വേദവചന പാഠങ്ങളിൽ കൂടെ നമുക്ക് ധ്യാനിക്കുവാനായിട്ടുള്ളത്. ഇന്നത്തെ പ്രധാന തിരുവചന ഭാഗമാണ് വിശുദ്ധനായ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അവർ എരിഹോവിലെത്തി. പിന്നെ യേശു ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. നസറായനായ യേശു എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്രാ യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും, ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. അപ്പോൾ യേശു നിന്നു അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, യേശു നിന്നെ വിളിക്കുന്നു എന്നവർ പറഞ്ഞ് കുരുടനെ വിളിപ്പിച്ചു. അവൻ തൻ്റെ പുതപ്പ് ഇട്ടും കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നുവെന്ന് ചോദിച്ചതിന്, റബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ യേശുവിനെ അനുഗമിച്ചു. യേശുവും ശിഷ്യന്മാരും എരിഹോവിൽ നിന്ന് യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. അവർ എരിഹോവിലെത്തിയപ്പോൾ വലിയൊരു പുരുഷാരവും യേശുവിനെ അനുഗമിച്ചു. അവർ യാത്ര തുടർന്നു. യാത്രാമധ്യേ ബർത്തിമായി എന്ന ഒരു അന്ധനെ അവർ കണ്ടുമുട്ടുന്നു. ഈ അന്ധൻ യേശുവിനെ കണ്ടില്ല. പക്ഷേ ആ പുരുഷാരത്തിൻ്റെ ആരവം കേട്ടപ്പോൾ അവന് മനസ്സിലായി, ഇത്
നസ്രായനായ യേശു തന്നെയാണ് എന്ന്. കാരണം യേശുവിനെപ്പറ്റി മറ്റുള്ളവർ പറഞ്ഞ് ഈ വ്യക്തി കേട്ടിരുന്നു. യേശു കുരുടരെ സൗഖ്യമാക്കുന്നു, ചെകിടർക്ക് കേൾവി കൊടുക്കുന്നു, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നു, ബന്ധനസ്ഥരെ വിടുവിക്കുന്നു, വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു, ഭൂതഗ്രസ്തരെ വിടുവിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, ദൈവരാജ്യത്തെപ്പറ്റി പഠിപ്പിക്കുന്നു. ഉപമകളാൽ ദൈവരാജ്യത്തിൻ്റെ മർമ്മം പഠിപ്പിക്കുന്ന നല്ലൊരു റബ്ബിയാണ് അവൻ എന്ന് ഈ അന്ധൻ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ താൻ ഇരിക്കുന്ന ആ വഴിയിൽ കൂടെ കടന്നു പോകുന്ന ഈ വ്യക്തി അത് യേശു തന്നെയായിരിക്കും. കാരണം വലിയൊരു പുരുഷാരമാണ് അവനെ അനുഗമിച്ചിരിക്കുന്നത്. വലിയ ആരവം കേൾക്കാം. അത് യേശുവല്ലാതെ മറ്റാരുമായിരിക്കുവാൻ വഴിയില്ല. അതുകൊണ്ടാണ് അയാൾ പറഞ്ഞത്, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന്. പലരും അവനെ ശാസിച്ചു, മിണ്ടാതിരിക്കുവാൻ പറഞ്ഞു. ഷട്ട് അപ്പ്. സം ഓഫ് ദ പീപ്പിൾ yelled at him, but he only shouted the louder again and again, O son of David, have mercy on me. When Jesus heard him, he stopped there in the road and said, Tell him to come here. So they called the blind man. You lucky fellow, they said, come on, he is calling you. Bartimaeus yanked off his old coat and flung it aside, jumped up and came to Jesus. ഈ അന്ധനായ മനുഷ്യനിൽ കാണുന്ന ആ സവിശേഷതകൾ വളരെയാണ് സഹോദരങ്ങളെ, മറ്റാരിലും കാണപ്പെടാത്ത സവിശേഷതകൾ. തന്നെ പോലെയുള്ള ദുസ്ഥിതിയിലായിരിക്കുന്നവർ, ഒന്നുകിൽ അവർക്ക് നടക്കുവാൻ പാടില്ലാത്തവരായിരിക്കും, കേൾവി ശക്തിയില്ലാത്തവരായിരിക്കും, കാഴ്ചശക്തിയില്ലാത്തവരായിരിക്കും, ബുദ്ധിയില്ലാത്തവരായിരിക്കും, ഭൂതഗ്രസ്തരായിരിക്കും. അവർ തങ്ങളുടെ അവസ്ഥയിൽ അങ്ങനെ അങ്ങ് ഇരിക്കുന്നവരായിരിക്കും. അവർ ഭിക്ഷയാചിക്കുന്നവരാണെങ്കിൽ തങ്ങൾക്ക് ഭിക്ഷ കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് അഹോവൃത്തി കഴിക്കാം, ഞങ്ങൾ ഇതുകൊണ്ട് സംതൃപ്തരാണ്, ഇതൊക്കെ മതി, ഇതൊക്കെ തന്നെ ധാരാളം എന്ന് കരുതി തങ്ങളുടെ പുതപ്പും പുതച്ചുകൊണ്ട് അങ്ങനെ സുഖമായി ഇരിക്കുന്ന ആൾക്കാർ, ആ അവസ്ഥയിൽ അവർ ഒരുതരം സുഖം അനുഭവിക്കുന്നുണ്ട്. ആ ഒരു സുഖ അവസ്ഥയിൽ നിന്ന് അവർ വെളിയിൽ വരുവാൻ സ്വയമായി ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ അവർ ഇരിക്കുമ്പോൾ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ ഒരുവനെയാണ് നാം ഇവിടെ കാണുന്നത്. ഈ ബർത്തിമായിക്ക് ഭിക്ഷയെടുക്കുന്നത് ഇഷ്ടമായിരുന്നില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. കാരണം തൻ്റെ ദുസ്ഥിതിയിൽ അങ്ങനെ തുടരുവാൻ അവന് ഇഷ്ടപ്പെട്ടില്ല. അവന് ഭിക്ഷ കൊടുത്തുകൊണ്ട് ദിനംപ്രതി അവനെ കടന്നു പോകുന്ന കാഴ്ചയുള്ള ആളുകൾ ധാരാളമാണ്. അവരെ പോലെ തനിക്കും കാഴ്ചയുള്ളവനായി ഈ ലോകത്തിൽ നടക്കണം. അങ്ങനെ അവൻ ആഗ്രഹിച്ച് കാണണം. കാഴ്ച ഉണ്ടായാൽ എത്ര നല്ലതാണ് എന്നവൻ മനസ്സിലാക്കി. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് നസ്രായനായ യേശുവാണ് അതുവഴി കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കിയ ഭർത്തിയുമായി ഉറക്ക നിലവിളിച്ചത്, ദാവീദ് പുത്ര യേശുവേ. യേശുവിന് ഒരു ടൈറ്റിലും ഈ വ്യക്തി കൊടുത്തു. എത്രമാത്രം അവൻ യേശുവിനെ പറ്റി കേട്ടിരുന്നു എന്നതിൻ്റെ തെളിവാണത്. ആരും യേശുവിന് കൊടുക്കുവാൻ ഇഷ്ടപ്പെടാത്ത ഒരു ടൈറ്റിലാണത്. കാരണം ദാവീദ് രാജാവായിരുന്നു ഇസ്രായേലിൻ്റെ. ആ ഇസ്രായേലിൻ്റെ ദാവീദായ
ആ ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന് വാഴുവാൻ ഒരു രാജാവ് വരുന്നു, ഒരു മശിഹ വരുന്നു എന്ന് കാത്തിരുന്ന ജനം ഈ യേശുവിനെ കണ്ടപ്പോൾ അത് മശിഹായാണെന്നോ, അത് ദാവീദ് പുത്രനാണെന്നോ, ദാവീദിൻ്റെ സിംഹാസനത്തിൽ അവൻ ഒരിക്കൽ ഉപവിഷ്ടനായി ഈ ലോകത്തെ ഭരിക്കും എന്ന് മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ അംഗീകരിച്ചു കൊടുക്കുവാനോ താല്പര്യപ്പെടാത്തവരായിരുന്നു. ആ ഒരു സന്ദർഭത്തിലാണ് ഈ അന്ധനായ മനുഷ്യൻ വിളിച്ചു പറയുന്നത്, ദാവീദ് പുത്ര യേശുവേ എന്ന്. ആദ്യം ദാവീദ് പുത്ര എന്നാണ് പറയുന്നത്. ഇവൻ അംഗീകരിക്കുന്നു. ചുറ്റുമുള്ളവർക്ക് അതൊരു ചെകിട്ടത്തടിയായിപ്പോയി. കാരണം ഞങ്ങളാരും പറയാത്ത കാര്യം ഈ വ്യക്തി പറയുന്നു. ഈ വ്യക്തിക്കാണ് പ്രിയ സഹോദരങ്ങളെ ദൈവമ്മ വെളിപ്പാട് കൊടുത്തത്, മറ്റുള്ളവർ കേൾക്കുവാൻ. 1-2 പേർ മാത്രമായിരുന്നില്ല അവിടെ, വലിയൊരു പുരുഷാരമായിരുന്നു അവനെ അനുഗമിച്ചത്. അവരുടെ ആരവം കേട്ടുകൊണ്ടാണ് ഇത് നസ്രായനായ യേശു തന്നെയാണെന്ന് ഈ വ്യക്തി മനസ്സിലാക്കിയത്. അപ്പോൾ എല്ലാവരും കേൾക്കത്തക്കവണ്ണം ഒരു സാക്ഷ്യപ്പെടുത്തലായിരുന്നു, ഇത് ദാവീദ് പുത്രനാണ്, ഓ സൺ ഓഫ് ഡേവിഡ്. ഒരു രാജകീയ ടൈറ്റിലാണ് ദാവീദ് പുത്രൻ എന്നുള്ളത്. അവൻ മശിഹായാണെന്ന് ഇവിടെ ഉറപ്പിക്കുകയായിരുന്നു. അത് തന്നെയുമല്ല, നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് ആ അന്ധനോട് ചോദിച്ചപ്പോൾ ആ അന്ധൻ യേശുവിനോട് പറയുകയാണ്, റബൂനി. ആ വിളിയിൽ യേശു ഒരു നല്ല റബ്ബിയാണ്, അവൻ നല്ലൊരു ഗുരുവാണ്, ഒരു ടീച്ചറാണ് എന്നവൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. അവനിൽ നിന്ന് നിങ്ങൾ ഇനിയും കേൾക്കണം. അവൻ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും. അവൻ മാത്രമാണ് നല്ല ഗുരു. അവന് മാത്രമേ തിരുവെഴുത്തുകൾ ആധികാരികമായി പഠിപ്പിക്കുവാൻ യോഗ്യതയുള്ളൂ. അവനത് നല്ലവണ്ണം അറിയാം. 2 വലിയ വെളിപ്പാടുകൾ, 2 വലിയ കാഴ്ചപ്പാടുകൾ ഈ അന്ധനിൽ നിന്നും നമുക്ക് കിട്ടി, ലോക ജനതയ്ക്ക് കിട്ടി. അന്ന് അവിടെ യേശുവിൻ്റെ ചുറ്റും ഉണ്ടായിരുന്ന പുരുഷാരം അത് ഗ്രഹിച്ചു, മനസ്സിലാക്കി. പ്രിയ സഹോദരങ്ങളെ, ഈ മനുഷ്യൻ എത്രമാത്രം ധൈര്യം അവലംബിച്ചു. അവൻ്റെ കറേജ് വിസ്മയാവഹമാണ്. അവൻ റിസ്ക് എടുത്തു. അത്രയും ആൾക്കാർ വരുന്നിടത്ത് ഞാൻ എന്തിനാണ് ഇവിടെ കിടന്ന് നിലവിളിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുവാൻ അവൻ തുനിങ്ങില്ല. അവൻ നിലവിളിക്കുകയാണ്. മിണ്ടരുത് എന്ന് പലരും അവനെ ശാസിച്ചിട്ടും അവൻ ഉറക്കെ നിലവിളിക്കുകയാണ്, ദാവീദ് പുത്ര യേശുവേ കരുണ തോന്നണമേ എന്ന്. അവൻ്റെ നിലവിളിയുടെ മുമ്പിൽ യേശു ആ റോഡിൽ നിന്നു. അവനെ വിളിപ്പാൻ കൽപ്പിച്ചു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരിതാപകരമായ അവസ്ഥയിൽ നാം നിലവിളിക്കുന്ന ഘട്ടങ്ങളിൽ യേശു അവിടെ നിൽക്കും. എന്തിനാണ് നീ നിലവിളിക്കുന്നത് എന്ന് ചോദിക്കും. നമ്മുടെ ആവശ്യങ്ങൾ അപ്പോൾ നമുക്ക് നമ്മുടെ ദൈവത്തോട് പറയുവാൻ കഴിയണം. ഇന്നത്തെ ഈ ലോകവുമായി നാം ഈ സുവിശേഷ ഭാഗം തട്ടിച്ചു നോക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, അവർ സത്യദൈവത്തെ മനസ്സിലാക്കാതെ ധാരാളം ആളുകൾ പല രാജ്യങ്ങളിലായി, പല ദേശങ്ങളിലായി, പല ഭവനങ്ങളിലായി ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ യേശുവിനെ പറ്റി കേട്ടിട്ടുണ്ട് എങ്കിലും യേശുവാണ് ലോകരക്ഷകൻ എന്ന് മനസ്സിലാക്കാതെ അവന് തങ്ങളെ തന്നെ സമർപ്പിക്കാതെ യേശുവിനെ തങ്ങളുടെ കർത്താവും രക്ഷിതാവുമായി ഹൃദയത്തിൽ വിശ്വസിച്ച് വായ്കൊണ്ട് ഏറ്റുപറഞ്ഞ് അവൻ്റെ രക്ഷ സ്വായത്തമാക്കാതെ ഇരിക്കുന്ന ആൾക്കാർ ഈ അന്ധനായ മനുഷ്യനെ പോലെ ധൈര്യം അവലംബിച്ചിരുന്നെങ്കിൽ, റിസ്ക് എടുത്തിരുന്നെങ്കിൽ അവരുടെ അന്ധത മാറുമായിരുന്നു. അവരുടെ ആത്മീകമായ അന്ധത മാറുമായിരുന്നു. അവർ സത്യവെളിച്ചത്തിലേക്ക് അവരുടെ കണ്ണ് തുറക്കുമായിരുന്നു.
തങ്ങൾക്ക് ഉള്ളതൊക്കെ മതി, തങ്ങൾ ആരാധിക്കുന്നത് ഒക്കെ മതി, ഞങ്ങളിതിൽ സംതൃപ്തരാണ് എന്നുള്ള ആ ധാരണയോടെ അങ്ങനെ ഇരിക്കുമ്പോൾ പുറമേയുള്ള കാഴ്ചകൾ കാണുവാൻ കഴിയാതിരുന്ന അന്ധനെ പോലെയാണവർ. കണ്ണ് തുറക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് എന്തെല്ലാമാണ് ഇവിടെ കാണുവാനുള്ളത്, എന്തെല്ലാമാണ് അറിയുവാനുള്ളത്, മനസ്സിലാക്കുവാനുള്ളത്. ഒരു വലിയ ലോകത്തിലേക്ക്, ആ ലോകത്തിന് മുന്നിലാണ് ഒരു അന്ധൻ, കണ്ണടയപ്പെട്ടവനായി അന്ധനായിരിക്കുന്നത്. വലിയ ഒരു കാഴ്ചകൾക്ക് മുമ്പിലാണ് കണ്ണടച്ചിരിക്കുന്നത്. കണ്ണ് തുറന്നപ്പോൾ അനന്തമായ കാഴ്ചകളാണ് അവൻ കാണുന്നത്. എന്തെല്ലാമാണ് അവൻ ഗ്രഹിക്കുന്നത്. ആത്മീയമായ അന്ധത ബാധിച്ചവർ ഈ കർത്താവായ യേശുക്രിസ്തുവിനെ തങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ ഏതെല്ലാം മേഖലകളിലേക്കാണ് അവർക്ക് ആത്മീയമായി എത്തിപ്പിടിക്കുവാൻ പറ്റുന്നത്, വളരുവാൻ പറ്റുന്നത്, എന്തെല്ലാം വാതായനങ്ങളാണ് അവരുടെ മുമ്പാകെ തുറക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. അവർ അന്ധരായിരിക്കുന്നിടത്തോളം കാലം അവർ കണ്ണ് തുറക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയും, ഈ സത്യേക ദൈവത്തോട് നേരിട്ട് സംസാരിക്കുവാൻ കഴിയും, സംവദിക്കുവാൻ കഴിയും. അന്യഭാഷകളിൽ അവനോട് സംസാരിക്കുവാൻ കഴിയും, അവനിൽ നിന്ന് കേൾക്കുവാൻ കഴിയും, അവനിൽ നിന്ന് പ്രാപിക്കുവാൻ കഴിയും. ഈ ഭാവി ലോകത്തിൽ എന്താണ് ആ രാജാവ് ചെയ്യുവാൻ പോകുന്നത്? അവൻ രാജാധിരാജാവായി വരുന്നു. അവൻ കർത്താധികർത്താവായി ഈ ലോകത്തിൻ്റെ കർത്തൃത്വം ഏറ്റെടുക്കും എന്ന് മനസ്സിലാക്കുവാൻ അവർ കണ്ണ് തുറന്നാൽ മാത്രമേ കഴിയുകയുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, ഈ അന്ധൻ തൻ്റെ പുതപ്പ് ഇട്ടും കളഞ്ഞ് ചാടി എഴുന്നേറ്റു എന്നാണ് പറയുന്നത്. ഈ പുതപ്പ് അവനൊരു പ്രതിബന്ധമായിരുന്നു യേശുവിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നതിന്. ഒന്നാമതേ അവൻ അന്ധനാണ്, പിന്നെ ഈ നീളമുള്ള ഈ പുതപ്പ് പാദം വരെ എത്തുന്ന പുതപ്പാണ്. അത് അവൻ കിടന്ന് ഉറങ്ങുമ്പോൾ പുതയ്ക്കാനും മറ്റും ഉപയോഗിച്ചിരുന്നതാണ്. അതവൻ്റെ ഒരു അത്യാവശ്യ വസ്തുവായിരുന്നു. അതിലവന് സുഖമായി ഉറങ്ങാം, സുഖമായി ഇരിക്കാം. പക്ഷേ അവൻ ധൈര്യം അവലംബിച്ചു, അവൻ റിസ്ക് എടുത്തു. ഇതല്ല, ഇതിലും വലുത് എനിക്ക് കാണണം, ഇതിലും വലിയവനായ ഒരു ദൈവത്തെ എനിക്ക് കാണണം, മനസ്സിലാക്കണം. അവൻ പുതപ്പ് ദൂരെ എറിഞ്ഞു. യേശുവിനോട് ചേർന്നുകൊണ്ടാൽ പിന്നെ അവൻ എല്ലാമായി എന്നവൻ മനസ്സിലാക്കി. ഇതുപോലെയുള്ള പല പുതപ്പുകൾ സഹോദരങ്ങളെ നമ്മെ പുറമോട്ട് വലിക്കുന്നുണ്ട്. ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ കഴിയാതെ വണ്ണം ഇത്തരം പുതപ്പുകൾ നമുക്ക് വിഘാതമാണ്, ഒബ്സ്റ്റക്കിൾസാണ്. അതൊക്കെ നാം ദൂരെ എറിയണം. ആരെങ്കിലും യേശുവിൻ്റെ ശബ്ദം കേട്ട് യേശുവിനെ അനുഗമിക്കുവാൻ ഇറങ്ങിത്തിരിച്ചു എന്നാൽ ഒരിക്കലും അവനെ വാക്കുകൊണ്ടോ തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ടോ തടയരുത്. ഈ അന്ധനായ വ്യക്തി യേശുവിനെ വിളിച്ചുകൊണ്ട്, യേശുവേ ദാവീദ് പുത്ര കരുണ തോന്നണമേ എന്ന് വിളിച്ചപ്പോൾ പലരും ഉണ്ടായിരുന്നു അവനെ ശാസിക്കുവാൻ. അതുപോലെ ആരെങ്കിലും യേശുവിന് സ്വന്തം ഹൃദയം കൊടുക്കുമ്പോൾ, യേശുവിനെ കാക്ഷിക്കുമ്പോൾ, യേശുവിനോട് ചേരുവാൻ ആഗ്രഹിക്കുമ്പോൾ തടസ്സപ്പെടുത്തരുത്, മിണ്ടരുത് എന്ന് അവനോട് പറയരുത്. അവനെ പ്രോത്സാഹിപ്പിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. കാരണം നീ കാണുവാൻ പോകുന്നത് വലിയ കാഴ്ചയാണ്. അതുപോലെ യേശുവുമായി കൂട്ടായ്മയിൽ വരണം എന്ന ആഗ്രഹം സ്വന്തം ഹൃദയത്തിൻ്റേതായിരിക്കണം, മറ്റുള്ളവരുടെ പ്രേരണയാൽ അരുത്. പ്രേരണയാൽ വരുന്നവർക്ക് പുതപ്പ് കളയുവാനോ അവർ വരില്ല. ആർക്കും അങ്ങനെ ആരെയും പ്രേരിപ്പിക്കുവാൻ കഴിയില്ല സഹോദരങ്ങളെ. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നുമുള്ള ഒരു വാഞ്ചയായിരിക്കണം നമുക്ക് യേശുവിനെ കാണണം എന്നുള്ളത്.
ഈ വ്യക്തി, അന്ധനായ വ്യക്തി, യേശുവിനെ പറ്റി കേട്ടതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ആ വഴിയെ കൂടെ യേശു കടന്നുപോയപ്പോൾ പുരുഷാരത്തിൻ്റെ ആരവം കേട്ടുകൊണ്ട് ഇത് ആ യേശു തന്നെയാണ് എന്ന് മനസ്സിലാക്കി അവൻ നിലവിളിക്കുവാൻ തുടങ്ങിയത്. സ്വന്തം ഹൃദയത്തിൻ്റെ ആ അഭിലാഷം, ആ വാഞ്ച. അതുപോലെ നമ്മുടെ ചുറ്റുമുള്ള ആരവത്തെയോ പുരുഷാരത്തെയോ ഒന്നും, അല്ലെങ്കിൽ നമ്മൾക്ക് തടസ്സമായി നിൽക്കുന്ന അതെത്ര വലിയ ജനക്കൂട്ടമായിരുന്നാൽ തന്നെ, അല്ലെങ്കിൽ എത്ര അതോറിറ്റേറ്റീവായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തന്നെ നാം ശ്രദ്ധിക്കുവാൻ പോകരുത്. കാരണം അത് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണേണ്ടവനെ കാണുവാൻ സാധിക്കില്ല. ഈ വ്യക്തി അതാണ് ചെയ്തത്. വലിയ പുരുഷാരമാണ് വരുന്നത് എന്ന് മനസ്സിലാക്കി കുറേ പേര് ഈ മനുഷ്യനെ ശാസിച്ചു, മിണ്ടരുതെന്ന് പറഞ്ഞു. അതൊന്നും ഈ വ്യക്തി ശ്രദ്ധിച്ചില്ല. കാരണം അവരെ ശ്രദ്ധിക്കാൻ പോയാൽ എനിക്ക് കാണേണ്ടവനെ കാണുവാൻ പറ്റുകയില്ല, എൻ്റെ കണ്ണിന് ഇവരാരും കാഴ്ച തരികയില്ല. ഞാൻ എത്ര നാളുണ്ട് ഈ വഴിയരികിൽ ഭിക്ഷയാചിച്ചു കൊണ്ടിരിക്കുന്നു, ആർക്കും എന്നെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ലല്ലോ, എന്നെ കൈപിടിച്ചുയർത്തുവാൻ ആർക്കും കഴിഞ്ഞില്ലല്ലോ, എന്നെ അടുത്തേക്ക് വിളിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ലല്ലോ. പക്ഷേ ഇന്നിതാ ഒരുവൻ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു, അവൻ എന്നെ അടുത്തേക്ക് വിളിച്ചു. അതുകൊണ്ട് ആ വ്യക്തിയെ എനിക്ക് കാണണമെങ്കിൽ ഞാൻ ചുറ്റുമുള്ളവർ പറയുന്നതൊന്നും ഗമനിക്കുവാൻ പാടില്ല. നാം അറിഞ്ഞ ഈ ദൈവത്തെ, ഈ യേശു ക്രിസ്തുവിനെ, അവൻ ആരാണ് എന്ന് മനസ്സിലാക്കി നാം അവന് കൊടുക്കേണ്ട ബഹുമാനം നാം കൊടുക്കണം. ഈ കുരുടനായ മനുഷ്യൻ പറഞ്ഞതുപോലെ, റബ്ബൂനി, നീ സാക്ഷാൽ റബ്ബിയാണ്, നിന്നെപ്പോലെ ഒരു ഗുരു ഈ ലോകത്തിലില്ല. എനിക്ക് നിന്നിൽ നിന്നുമാണ് പഠിക്കേണ്ടത്, നിന്നിൽ നിന്നുമാണ് എനിക്ക് കേൾക്കേണ്ടത്. അതുപോലെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ആ രാജ്യത്തിൽ, ആ ദൈവരാജ്യത്തിൽ എനിക്കും ആയിരിക്കണം. നിലവിളിയുടെ മുമ്പിൽ നിൽക്കുന്ന ദൈവത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന മറ്റൊരു വേദഭാഗമാണ് ദ ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 21 വേഴ്സസ് 9-19. മിസ്രൈമ്യദാസി ഹാഗർ അബ്രഹാമിനെ പ്രസവിച്ച മകൻ പരിഹാസി എന്ന് സാറാ കണ്ട് അബ്രഹാമിനോട്, ഈ ദാസിയെയും മകനെയും പുറത്താക്കിക്കളക, ഈ ദാസിയുടെ മകൻ എൻ്റെ മകൻ ഇസാഖിനോടുകൂടെ അവകാശിയാകരുത് എന്ന് പറഞ്ഞു. തൻ്റെ മകൻ നിമിത്തം ഈ കാര്യം അബ്രഹാമിന് അനിഷ്ടമായി. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കൽദയരുടെ നാടായ ഊരിൽ നിന്നും ദൈവം അബ്രഹാമിനെ വിളിച്ചിറക്കുമ്പോൾ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തമായിരുന്നു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും എന്നുള്ളത്. ഒരിക്കൽ അബ്രഹാമിനെ ദൈവം വെളിയിൽ കൊണ്ടുവന്ന് ആകാശത്തിലേക്ക് നോക്കുവാൻ പറഞ്ഞു. നിനക്ക് ഈ നക്ഷത്രങ്ങളെയൊക്കെ എണ്ണുവാൻ കഴിയുമോ? നിന്റെ സന്തതിയും ഇവണ്ണമാകും. അപ്പോൾ ഇക്കാര്യമൊക്കെ അബ്രഹാമിന് അറിയാം. പക്ഷേ നാളേറെ കഴിഞ്ഞിട്ടും ഇവർ വാർദ്ധക്യത്തിലായിട്ടും അബ്രഹാമിനോ സാറയ്ക്കോ സന്തതികൾ ജനിച്ചിരുന്നില്ല. ഒരിക്കൽ സാറ അബ്രഹാമിനോട് പറഞ്ഞു, എൻ്റെ മിസ്രൈമ്യദാസിയായ ഹാഗറിനെ ഞാൻ നിനക്ക് തരാം, നീ അവളിൽ കൂടെ എനിക്ക് മക്കളെ തരിക എന്ന്. അങ്ങനെ അബ്രഹാമിന് ഹാഗറിൽ ജനിച്ച സന്തതിയായിരുന്നു ഈ ഇഷ്മയേൽ. ഇത് ദൈവഹിതമായിരുന്നുവോ സഹോദരങ്ങളെ? ഒരിക്കലുമായിരുന്നില്ല. ഈ വേദഭാഗത്തൂടെ നമുക്കും പഠിക്കേണ്ടതായ ധാരാളം സംഗതികളുണ്ട്. ദൈവം ഒരുവനോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം ആ വാഗ്ദത്തം നിറവേറ്റുവാൻ ശക്തനാണ്. അതെത്ര താമസിച്ചാലും, സാഹചര്യങ്ങൾ എത്രമാത്രം പ്രതികൂലമായിരുന്നുവെങ്കിലും നാം അതിനു വേണ്ടി കാത്തിരിക്കണം. ദൈവം തൻ്റെ വാക്ക് മാറില്ല, അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. കാരണം ദൈവം ദൈവമാണ്. അബ്രഹാം തൻ്റെ വാഗ്ദത്ത സന്തതിക്ക് വേണ്ടി കാത്തിരിക്കണമായിരുന്നു.
വാഗ്ദത്ത സന്തതിയായ ഇസഹാക്ക് അബ്രഹാമിന് ജനിക്കുമ്പോൾ അബ്രഹാമിന് 100 വയസ്സായിരുന്നു പ്രായം. സാറയ്ക്ക് 90 വയസ്സ്. തങ്ങളുടെ ശരീരത്തിന് ഒരു സന്തതിയെ ജനിപ്പിക്കുവാൻ തക്കവണ്ണം കഴിവില്ല, അതിൻ്റെ കഴിവ് നഷ്ടമായി പോയി, അല്ലെങ്കിൽ സാഹചര്യമൊക്കെയും പ്രതികൂലമായിരിക്കുന്നു എന്ന് തോന്നിയാൽ തന്നെയും ദൈവമാണോ വാഗ്ദത്തം ചെയ്തത്? തങ്ങളുടെ ശരീരത്തിന് സാഹചര്യങ്ങൾ അനുകൂലമാക്കുവാനും ശരീരത്തിന് അതിനുള്ള കഴിവ് കൊടുക്കുവാനും ദൈവം ശക്തനാണ്. അതാണ് വിശ്വസിക്കേണ്ടിയിരുന്നത്. ഒടുവിൽ തൻ്റെ വാഗ്ദത്തപ്രകാരം തന്നെ ഇസ്ഹാക്ക് ജനിച്ചുവല്ലോ. പക്ഷേ ജഡപ്രകാരം, അതായത് വാഗ്ദത്തമില്ലാതെ ദൈവഹിതമില്ലാതെ ജനിച്ച ഈ സന്തതിയായ ഇശ്മയേൽ നിമിത്തം ആ ഭവനത്തിൽ അലോഹ്യമുണ്ടായി. ഇവിടെ സാറ പറയുന്നത്, ഇവിടെ വേഴ്സ് 8 നാം വായിക്കുന്നു, മിസ്രൈമ്യ ദാസി ഹാഗർ അബ്രഹാമിന് ജനിച്ച മകൻ പരിഹാസി എന്ന് സാറ കണ്ടു എന്ന്. അതായത് അന്ന് ഇസ്മായേലിന് 16 വയസ്സ് പ്രായമുണ്ട്. എന്താണ് ഇവിടെ പരിഹാസം നടന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ ഇസ്മായേൽ ചെയ്തത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. മേ ബി ഇസ്മായേൽ വാസ് ലാഫിംഗ് ഇൻ മെറിമെന്റ് ഓർ സ്കോൺ, മേ ബി മോക്കിംഗ് ഓർ ടീസിങ്. എന്തായിരുന്നാൽ തന്നെയും ഇത് സാറയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ ഇശ്മയേൽ പരിഹാസി എന്ന് കണ്ട് അബ്രഹാമിനോട് സാറ പറയുകയാണ്, ഈ ദാസിയെയും മകനെയും പുറത്താക്കി കളക എന്ന്. ഈ ദാസിയുടെ മകൻ, എൻ്റെ മകൻ ഇസാക്കിനോടുകൂടെ അവകാശിയാകരുത്. ഇത് അബ്രഹാമിന് അനിഷ്ടമായി. എന്നാൽ ഇവിടെ ദൈവം ഇടപെടുകയാണ്. എന്നാൽ ദൈവം അബ്രഹാമിനോട്, ഇസ്മായേലിൻ്റെ നിമിത്തവും ഹാഗറിൻ്റെ നിമിത്തവും നിനക്ക് അനിഷ്ടം തോന്നരുത്. സാറ നിന്നോട് പറഞ്ഞതിലൊക്കെയും അവളുടെ വാക്ക് കേൾക്ക. ഇസഹാക്കിൽ നിന്നുള്ളവരല്ലോ നിന്റെ സാക്ഷാൽ സന്തതിയെന്ന് വിളിക്കപ്പെടുന്നത്. ദാസിയുടെ മകനെയും ഞാൻ ഒരു ജാതിയാക്കും, അവൻ നിന്റെ സന്തതിയല്ലോ എന്ന് അരുളി ചെയ്തു. ദൈവത്തിൻ്റെ സ്നേഹമാണ് നാം ഇവിടെ കാണുന്നത്. അബ്രഹാമിനെ ദൈവം എത്രമാത്രം സ്നേഹിച്ചു. അബ്രഹാം ദൈവഹിതത്തിന് വെളിയിൽ പ്രവർത്തിച്ചു എങ്കിലും ദൈവം അബ്രഹാമിനെ സ്നേഹിക്കുകയാണ്. അബ്രഹാമിനോട് ദൈവം അരുളി ചെയ്യുകയാണ്, നീ സാറ പറയുന്നത് കേൾക്കുക എന്ന്. ഒടുവിൽ അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗറിൻ്റെ തോളിൽ വെച്ച് കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. അവൾ പുറപ്പെട്ടു പോയി ബേർഷേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. തുരുത്തിയിലെ വെള്ളം ചിലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൻ തണലിൽ ഇട്ടു. ഇവിടെ കുട്ടിയെന്ന് പറയുന്നത് ബാലനാണ്, 16 വയസ്സുള്ള ഇഷ്മായേലാണ്. അവൾ പോയി അവനെതിരെ ഒരു അമ്പിൻ പാട് ദൂരത്തിരുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. ദൈവം ബാലൻ്റെ നിലവിളി കേട്ടു. ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗറിനെ വിളിച്ചവളോട്, ഹാഗറെ, നിനക്ക് എന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക. ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും എന്ന് അരുളി ചെയ്തു. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു നീരുറവ് കണ്ടു. ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. ഇവിടെ ഈ ഹാഗറിനെയും ഇസ്മായേലിനെയും ദൈവം കരുതുന്ന കാഴ്ചയാണ് സഹോദരങ്ങളെ നാം കാണുന്നത്. നാം ദൈവഹിതത്തിന് വെളിയിൽ എന്ത് പ്രവർത്തിച്ചിരുന്നാൽ തന്നെയും ദൈവം നമ്മോടുള്ള മഹാസ്നേഹത്താൽ അതിനൊക്കെയും നീക്കുപോക്കുണ്ടാക്കുന്നതായി നാം കാണുന്നു.
ദൈവത്തിൻ്റെ ഈ പ്രവൃത്തി നാം ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കണം, എത്രമാത്രം അവനെ ബഹുമാനിക്കണം, അവൻ്റെ ആ മഹാശക്തിയെ അല്ലെങ്കിൽ അവൻ്റെ മനസ്സിനെ നാം എത്രമാത്രം ഉൾക്കൊള്ളണം എന്ന് കാണിക്കുന്നതാണ്. ജഡീകമായി അല്ലെങ്കിൽ ജഡത്തിൽ ജനിച്ച ഈ സന്തതി, ഇത് സാത്താൻ്റെ ഒരു പ്രൈം ടാർഗറ്റാണ്. കാരണം നാം ദൈവഹിതത്തിന് വെളിയിൽ എന്ത് ചെയ്തിരുന്നാൽ തന്നെയും അവിടെ മുതലെടുക്കുന്നത് സാത്താനാണ്. നമുക്ക് മടങ്ങി വരുവാൻ അവസരമുണ്ട് സഹോദരങ്ങളെ. നാം ദൈവഭാഗത്തേക്ക് മടങ്ങി വന്നാൽ അവിടം കൊണ്ട് തീരാനുള്ളതേ ഉള്ളൂ കാര്യങ്ങൾ. പക്ഷേ സാത്താൻ നമ്മളെ പരീക്ഷിക്കും തോറും, സാത്താൻ നമ്മളെ സാത്താൻ്റെ പ്രലോഭനങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകും തോറും, സാത്താൻ്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ തക്കവണ്ണം നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ കാര്യങ്ങൾ കൂടുതൽ വഷളായി അത് രാജ്യത്തിനും ലോകത്തിന് മുഴുവൻ തന്നെ അത് നാശകാരണമായി തീരുവാൻ തക്കവണ്ണം ഇടയാകും. അതാണ് ഇന്ന് ഈ ലോകത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഒരു വ്യക്തി പോലും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. തെറ്റ് ചെയ്യുന്നവനായാലും നീ തെറ്റ് മനസ്സിലാക്കി അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാനാണ് ദൈവം ഏവർക്കും അവസരം കൊടുക്കുന്നത്. ആ അവസരം ഇന്നും എല്ലാവർക്കും ലഭ്യമാണ്. തങ്ങൾ പിശാചിൻ്റെ വഴിയിൽ അല്ലെങ്കിൽ അവൻ്റെ കെണിയിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി തിരികെ വരിക, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരിക, അതാണ് വേണ്ടത്. സാത്താൻ നമ്മളെ ടാർഗറ്റ് ചെയ്യുവാൻ തക്കവണ്ണം അവൻ്റെ മുമ്പിൽ നമ്മെ തന്നെ നാം ഇട്ടുകൊടുക്കരുത്. ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി നാം കാത്തിരിക്കുന്നവരാകണം. കർത്താവ് സെറ്റ് ചെയ്യുന്ന സമയത്താണ് വാഗ്ദത്തം നടക്കുന്നത്, അല്ലെങ്കിൽ വാഗ്ദത്തങ്ങൾ നിവർത്തിയാകുന്നത്. അല്ലാതെ നാം തന്നെ നമ്മുടെ ബുദ്ധിയിൽ ചെയ്തു കൂട്ടുന്ന ഓരോ അവസരങ്ങൾ അല്ലെങ്കിൽ നാം സെറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ അവിടെ സംഭവിക്കുന്നതൊക്കെയും അത് ദൈവഹിത പ്രകാരമല്ല. അത് സാത്താൻ മുതലെടുക്കുവാൻ മാത്രമേ ആ കാര്യങ്ങളൊക്കെയും ഉപകരിക്കുകയുള്ളൂ. അങ്ങനെ മാത്രമേ അത് കലാശിക്കുകയുള്ളൂ. ദൈവം എപ്പോഴും പങ്ക്ച്വലാണ്. അവൻ ഒരിക്കലും തൻ്റെ സമയം മാറ്റില്ല. അവൻ സമയം കീപ്പ് ചെയ്യുന്ന ദൈവമാണ്. പക്ഷേ കർത്താവിൻ്റെ സമയം എപ്പോഴാണ് എന്ന് നാം അറിയുന്നില്ല. ആ സമയത്തിനു വേണ്ടി നാം ക്ഷമയോടെ കാത്തിരിക്കുകയാണ് വേണ്ടത്. ജഡത്തിൽ നിന്നും ജനിച്ച ഈ സന്തതി അത് ആത്മസന്തതിയുമായി അല്ലെങ്കിൽ വാഗ്ദത്തപ്രകാരം ജനിച്ച സന്തതിയുമായി എപ്പോഴും കലഹമുണ്ടാക്കുന്നതായി നാം കാണുന്നു. ഇസ്മായേലിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ആ ഇസ്മായേൽ പാർക്കുവാൻ പോയത് മരുഭൂമിയിലാണ്. അതായത് പാരാൻ മരുഭൂമിയിൽ, നെഗേവ് ഡെസേർട്ട്, അവിടെയാണ് അവൻ വാസം ചെയ്തിരിക്കുന്നത്. അതേസമയം വാഗ്ദത്ത സന്തതിയായി പിറന്ന ഇസ്ഹാക്കും അവൻ്റെ സന്തതി പരമ്പരകളും താമസിക്കുന്നത് ആ സ്വർഗീയമായ ആ കനാൻ നാട്ടിലാണ്. അവിടെ മരുഭൂമിയുടെ അല്ലെങ്കിൽ ആ വിൽഡർനെസ്സിൻ്റെ അനുഭവമല്ല ഉള്ളത്. ഈ മരുഭൂമിയിൽ അല്ലെങ്കിൽ വിൽഡർനെസ്സിൻ്റെ അനുഭവത്തിൽ താമസിക്കുന്ന ഈ ജഡീക സന്തതി അല്ലെങ്കിൽ ആ സന്തതി പരമ്പരകൾ എപ്പോഴും വാഗ്ദത്ത സന്തതിയും പിൻഗാമികളും താമസിക്കുന്നിടത്ത് കടന്നു വരുവാൻ ആഗ്രഹിച്ച് റെസ്റ്റ്ലെസ് ആയിരിക്കും. അവർക്കൊരു സ്വസ്ഥതയുമില്ല. അവർ വാഗ്ദത്ത സന്തതിയെ ഉന്നമിച്ചിരിക്കുകയാണ്. അതാണ് ഈ ലോകത്തിൽ ഇപ്പോൾ നാം കാണുന്നത്. They cannot be at rest till they are there. അവർക്ക് എങ്ങനെയെങ്കിലും ഈ വാഗ്ദത്ത സന്തതികൾ താമസിച്ചിരിക്കുന്ന
ആ സ്ഥലത്ത് എത്തണം, അത് പിടിച്ചെടുക്കണം. എപ്പോഴും നാം മനസ്സിലാക്കേണ്ടത്, ദൈവഹിതത്തിന് വെളിയിൽ നാം ചെയ്യുന്നതൊക്കെയും, ദൈവത്തിൻ്റെ ഇഷ്ടമില്ലാതെ നാം ചെയ്യുന്നതൊക്കെയും അത് മുഴുവൻ സാത്താൻ്റെ പ്രൈം ടാർഗറ്റാണ്. സാത്താനാണ് അവിടെ കളിക്കുന്നത്. അല്ലെങ്കിൽ സാത്താന് നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കുകയാണ്. പാരാൻ മരുഭൂമിയിൽ താമസിക്കുന്ന ഈ ഇശ്മായേലും അവൻ്റെ സന്തതികൾക്കും അവരുടെ അഭിവൃദ്ധിക്ക് കാരണവും ഈ ദൈവം തന്നെയാണ്. അവർ അവിടെ എങ്ങനെയാണ് താമസിക്കുന്നത്? വില്ലാളി വീരന്മാരായി അവർ അവിടെ ആയിരിക്കുകയാണ്. നമുക്കറിയാം, ഏശാവിൻ്റെ സന്തതികളും അവരുടെ ജോലിയും വേട്ടയാടലും അതുപോലെ നായാട്ട് അതൊക്കെയാണ്. വില്ലാളി വീരന്മാരാണ് അവർ. അതായത് ആ വിൽഡർനെസ്സിൽ താമസിക്കുവാൻ തക്കവണ്ണം അവർ തങ്ങളെ തന്നെ പാകപ്പെടുത്തിയിരിക്കുകയാണ്. ആ രീതിയിലുള്ള അവരുടെ ജീവിത രീതിയും അവരുടെ സ്വഭാവങ്ങളും എല്ലാം അതങ്ങനെ ആയിരിക്കുകയാണ്. ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം അവർക്ക് ഇന്നും ഇപ്പോഴും അവസരമുണ്ട്. അവർ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവജനത്തോടൊപ്പം ആയിരിക്കുന്നതാണ് അവർക്കും ഈ ലോകത്തിന് തന്നെയും നല്ലത്. പക്ഷേ അവർ അത് കൂട്ടാക്കുന്നില്ല. അവർ സാത്താൻ്റെ പ്രലോഭനങ്ങളിൽ തന്നെ അകപ്പെട്ടുകൊണ്ട് ദൈവജനത്തെ ഇന്നും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോസ്തലനായ പത്രോസിൻ്റെ ഏറ്റവും നിർണായകമായ പ്രതിസന്ധി ഘട്ടത്തിൽ എങ്ങനെയാണ് ദൈവം ഇടപെട്ടത്, എങ്ങനെയാണ് ദൈവം പത്രോസിനെ രക്ഷിച്ചത് എന്ന് ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 12 വേഴ്സസ് 5-16 അടുത്തതായി നമുക്ക് ചിന്തിക്കാം. കർത്താവായ യേശുക്രിസ്തുവിനെ പ്രസംഗിച്ച് നടന്നവനായിരുന്ന പത്രോസ് തൻ്റെ നാവിലെ ശബ്ദത്തിന് നിദാനമായ ഉള്ളിലെ വിശ്വാസം പ്രകടമാക്കുകയാണ് ഉണ്ടായത്. എങ്ങനെയാണ് ദൈവം പത്രോസിനെ രക്ഷിച്ചത് എന്ന് നമുക്ക് നോക്കാം. വേഴ്സ് 1 ഓൺവേർഡ്സ്. ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. ഈ രാജാവ് ഹെരോദ് അഗ്രിപ്പാവായിരുന്നു. യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി അവനെ കാപ്പാൻ 4 ചേവകരുള്ള 4 കൂട്ടത്തിന് ഏൽപ്പിച്ചു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഹെരോദാവ് അവനെ ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിൻ്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗൃഹം കാത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവൻ്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. പത്രോസ് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി പടയാളികളുടെ നടുവിൽ കാരാഗൃഹത്തിൻ്റെ ഉള്ളറയിൽ ഉറങ്ങുകയായിരുന്നു. അക്കാലത്ത് കാരാഗൃഹത്തിലൊന്നും ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല. അവിടെ ദൂതൻ പ്രത്യക്ഷനായി അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു എന്ന് നാം കാണുന്നു. ദൂതൻ അവിടെ വന്നപ്പോഴേ വെളിച്ചം പ്രകാശിച്ചു. പക്ഷേ പത്രോസ് ഇതൊന്നും അറിയുന്നില്ല. വിശ്വാസത്തിൽ അചഞ്ചലനായിരുന്ന പത്രോസ് ദൈവത്തിൽ വിശ്രമിക്കുകയായിരുന്നു. അവൻ ഗാഢനിദ്രയിലായിരുന്നു. ദൂതന് പത്രോസിൻ്റെ വിലാപ്പുറത്ത് തട്ടേണ്ടി വന്നു അവനെ ഉണർത്തുവാൻ. ദൂതൻ അവനോട്
അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്നറിയാതെ താൻ ഒരു ദർശനം കാണുന്നു എന്ന് പത്രോസ് നിരൂപിച്ചു. അവർ 1-ാം കാവലും 2-ാമത്തേതും കടന്നു പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കൽ എത്തി. അത് അവർക്ക് താനേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ പത്രോസിനെ വിട്ടുപോയി. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദാജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വാസ്തവമായി വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു. ദൈവത്തിൻ്റെ മക്കളെ ദൈവം എങ്ങനെയാണ് കാക്കുന്നത് എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയും. പത്രോസിനെ കാരാഗൃഹത്തിൽ നിന്നും ദൈവം ദൂതനെ അയച്ച് രക്ഷിച്ചു. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാൾകൊണ്ട് കൊന്നതുപോലെ പത്രോസിനെ പിടിച്ച മാത്രയിൽ തന്നെ കൊല്ലേണ്ടതായിരുന്നു. പക്ഷേ അന്ന് പെസഹ ആയിരുന്നത് കൊണ്ട് പെസഹ കഴിഞ്ഞിട്ട് ജനത്തിൻ്റെ മുമ്പിൽ അവനെ വിസ്തരിക്കുവാൻ നിർത്താമെന്ന് വിചാരിച്ചാണ് പത്രോസിനെ തടവിലാക്കിയത്. പക്ഷേ ഈ സമയത്ത് സഭ ശ്രദ്ധയോടുകൂടെ പത്രോസിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ അപ്രതീക്ഷിതമായി സമയങ്ങൾ നമുക്കും വീണ് കിട്ടും സഹോദരങ്ങളെ. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ഉതകുന്ന സംഭവങ്ങൾ നമുക്ക് സംഭവിക്കുന്നതിന് മുമ്പേ ഇതുപോലെ അപ്രതീക്ഷിതമായ സമയങ്ങൾ നമുക്കും വീണ് കിട്ടും. അത് ചിലപ്പോൾ 1 മണിക്കൂറാകാം, ചിലപ്പോൾ 1 ദിവസമാകാം, ചിലപ്പോൾ ദിവസങ്ങളാകാം, ആഴ്ചകളാകാം, വർഷങ്ങളാകാം. നമുക്ക് വീണ് കിട്ടുന്ന ഈ സമയം നാം എങ്ങനെയാണ് വിനിയോഗിക്കുന്നത്? കാരണം അടുത്ത ഘട്ടം നമ്മുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുവാൻ പോവുകയാണ്. ചിലപ്പോൾ അത് അപകടമാകാം, ചിലപ്പോൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന സന്ദർഭമാകാം. അതെന്താണെന്ന് നാം അറിയുന്നില്ല. പക്ഷേ അതിനു മുമ്പായി നമുക്കും ചിലപ്പോൾ ഇതുപോലെയുള്ള സമയങ്ങൾ വീണ് കിട്ടും. ആ സമയം പത്രോസിനു വേണ്ടി ആ സഭ ചെയ്തതുപോലെ നാം പ്രാർത്ഥനയിലായിരിക്കണം. ഫെർവെന്റ് പ്രയർ, ഇൻസസെന്റ് പ്രയർ, പ്രയർ വിതൗട്ട് സീസിങ്. മുടക്കം കൂടാതെ അവർ രാത്രി മുഴുവൻ പത്രോസിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നാണ് നമ്മിവിടെ വായിച്ചത്. It should be an extended prayer. അത് മുടക്കം കൂടാതെ നാം പ്രാർത്ഥിക്കണം. ഈ ജനം പത്രോസിനു വേണ്ടി ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. Times of public distress and danger in our lives should be praying times with our fellow believers. നമ്മോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥനാ സഹായികളായി നമുക്ക് ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ അവരോട് പറഞ്ഞ് നമുക്ക് വീണ് കിട്ടുന്ന സമയങ്ങളെല്ലാം ഈ പ്രശ്നത്തിൽ നിന്ന് വിടുതൽ കിട്ടുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. അത് എക്സ്റ്റെൻഡഡ് പ്രെയർ ആയിരിക്കണം. തുടർച്ചയായി നിർത്താതെ നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. ഈ പ്രാർത്ഥനയുടെ ഫലം വലുതാണ് സഹോദരങ്ങളെ. നമുക്ക് പലപ്പോഴും സഹായം വരുന്നത് നാം മരണത്തിൻ്റെ വക്കിലെത്തുമ്പോഴാണ്, അല്ലെങ്കിൽ പ്രതിസന്ധികൾ ഏറ്റവും രൂക്ഷമായി മാറുമ്പോഴാണ്, സാഹചര്യം ഏറ്റവും വഷളായി മാറുമ്പോഴാണ്. ആ സമയത്ത് നമുക്ക് ഇതുപോലെ സമയം വീണ് കിട്ടുമ്പോൾ അത് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ, ഫെർവെന്റ് പ്രയർ നടത്തുവാൻ, നമ്മുടെ പ്രാർത്ഥനാ സഹകാരികളോടൊപ്പം പ്രാർത്ഥിക്കുവാൻ ആ സമയം നാം വിനിയോഗിക്കണം. God's time to help is when things are brought to the last extremity.
നമുക്കറിയാം എങ്ങനെയാണ് കൊലയിൽ നിന്ന് ഇസ്ഹാക്കിനെ രക്ഷപ്പെടുത്തിയത് എന്ന്. ദൈവത്തിൻ്റെ കൽപ്പനയാൽ ഇസ്ഹാക്കിനെ ബലി കഴിക്കുവാൻ തക്കവണ്ണം കൈകാലുകൾ ബന്ധിച്ച് ഇസ്ഹാക്കിനെ വിറകിൻ്റെ പുറത്ത് കിടത്തിയിട്ട് അബ്രഹാം കത്തി മേലോട്ടുയർത്തി അവൻ ഓങ്ങുന്ന സമയത്തായിരുന്നു അബ്രഹാമേ എന്ന വിളി കേട്ടത്. ദൈവം അബ്രഹാമേ, ബാലൻ്റെ മേൽ നീ കൈവയ്ക്കരുത് എന്ന് പറയുന്ന ശബ്ദം കേട്ടു. അപ്പോൾ അത് സംഭവിച്ചില്ലായിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? അപ്പോൾ നമുക്ക് എത്രമാത്രം വിശ്വാസമാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലുള്ളത്, ദൈവത്തിൻ്റെ വചനത്തിലുള്ളത്? എത്രമാത്രം വിശ്വാസമാണ് നാം നമ്മുടെ ദൈവത്തിൽ അർപ്പിക്കുന്നത് എന്ന് നമ്മുടെ ദൈവം നോക്കുന്നു. നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെയാണ് നാം പ്രാർത്ഥനയോടെ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കേണ്ടത് എന്നാണ് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്. പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നവനായ ഒരു ദൈവത്തെയാണ് നാം കാണുന്നത്. കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ നമ്മെ വലിച്ചെടുക്കുന്നു. കുഴഞ്ഞ ചേറ്റിൽ ഒരുവൻ വീണുപോയാൽ അത് നാം രക്ഷപ്പെടാൻ ശ്രമിക്കുന്തോറും താണ് മുങ്ങിപ്പോകും. അതുപോലെ പെരുവെള്ളത്തിൽ അകപ്പെട്ടു പോയാൽ ആ ചുഴി നമ്മെ വെള്ളത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകും. രക്ഷപ്പെടുവാൻ നിർവാഹമില്ല. പക്ഷേ പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നവനായ ദൈവം, അല്ലെങ്കിൽ കുഴഞ്ഞ ചേറ്റിൽ നിന്നും കരകയറ്റുന്നവനായ ദൈവം എന്നൊക്കെ ദൈവത്തെപ്പറ്റി സങ്കീർത്തന ഭാഗങ്ങളിൽ കാണുമ്പോൾ നാം വിചാരിക്കും, എന്തിനാണ് ഇതിങ്ങനെ എഴുതിയിരിക്കുന്നത് എന്ന്. അതുപോലെ അഗ്നിയിൽ നിന്ന് വലിച്ചെടുക്കുന്നവനായ ദൈവം, ശദ്രക്, മേശക്, അബേദ്നെഗോ തുടങ്ങിയ യഹൂദ ബാലന്മാരെ അഗ്നിയിലിട്ടു. അഗ്നിയിൽ ഇടുന്നിടം വരെയും ഇവർ വിചാരിച്ചില്ല ഇവർ രക്ഷപ്പെടുമെന്ന്. പക്ഷേ അവർ കെട്ടപ്പെട്ടവരായി ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിച്ച് രാജാവിൻ്റെ കൽപ്പനയാൽ അവർ അഗ്നിയിൽ എറിയപ്പെട്ടു. പക്ഷേ അഗ്നിയിൽ നാലാമനായി ഇവരുടെ കൂടെ കർത്താവുണ്ടായിരുന്നു. അവരുടെ ഒരു രോമം പോലും കരിഞ്ഞില്ല, തീയുടെ ഗന്ധം പോലും അവർ ഏറ്റില്ല എന്നാണ് വിശുദ്ധ ബൈബിൾ സാക്ഷിക്കുന്നത്. നമ്മുടെ കർത്താവ് നമ്മെ രക്ഷിക്കും. കർത്താവിലുള്ള നമ്മുടെ വിശ്വാസം, അവൻ്റെ വചനത്തിലുള്ള നമ്മുടെ വിശ്വാസം, അതാണ് ദൈവം നോക്കുന്നത്. നിലവിളിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ദൈവത്തെ പറ്റിയാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴാണ് ഒരുവൻ നിലവിളിക്കുന്നത്? ആ വ്യക്തി ദൈവത്തെ വാഞ്ചിക്കുമ്പോഴാണ്. ദൈവത്തിൽ നിന്നാണ് നന്മകൾ ലഭിക്കേണ്ടത്, നൽവരങ്ങൾ ലഭിക്കേണ്ടത്. ആ സന്നിധാനത്തിൽ മാത്രമാണ് താൻ സംതൃപ്തനായിരിക്കുന്നത്, സന്തുഷ്ടനായിരിക്കുന്നത് എന്ന് ഒരുവൻ എപ്പോൾ മനസ്സിലാക്കുന്നുവോ അപ്പോഴാണ് അവൻ നിലവിളിക്കുന്നത്. അതുപോലെ വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയുന്നില്ല. നാം പ്രാർത്ഥിക്കുമ്പോൾ ഏതിനു വേണ്ടിയൊക്കെയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്, ഏതൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ന് യഥാർത്ഥത്തിൽ നാം അറിയുന്നില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇക്കാര്യത്തിൽ നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ നമ്മെ പഠിപ്പിക്കുന്നത്. അതുവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ദൈവത്തിൻ്റെ ഹിതപ്രകാരം പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവാണ് നമുക്ക് പ്രേരണ നൽകുന്നത്.
വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. And in the same way, by our faith, the Holy Spirit helps us with our daily problems and in our praying. For we don't even know what we should pray for, nor how to pray as we should, but the Holy Spirit prays for us with such feeling that it cannot be expressed in words. And the Father who knows all hearts knows, of course, what the Spirit is saying as He pleads for us in harmony with God's own will. പൗലോസ്ലീഹ വീണ്ടും പറയുകയാണ്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു. ആരെയാണ് ദൈവം വിളിക്കുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നവരെയാണ്, ദൈവത്തെ വാഞ്ചിക്കുന്നവരെയാണ്. അങ്ങനെയാണ് ആ കുരുടനായ മനുഷ്യനെ യേശുക്രിസ്തു ആ വഴിയരികിൽ വിളിച്ചത്. തൻ്റെ അടുത്തേക്ക് യേശു അവനെ വിളിക്കുന്നു. കാരണം അവൻ ദൈവത്തെ സ്നേഹിച്ചു, ദൈവത്തെ വാഞ്ചിച്ചു. അത് യേശുക്രിസ്തു മുന്നമേ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അവൻ ആ വ്യക്തിയെ വിളിച്ചത്. ഇവിടെ വേഴ്സ് 29 പറയുന്നു, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അതായത് തന്നെ വാഞ്ചിക്കുന്നവരെ ദൈവം അറിയുന്നു, മുന്നമേ അറിയുന്നു. അവരെ വിളിക്കുന്നു, അവരെ മുൻ നിയമിക്കുന്നു, അവരെ നീതീകരിക്കുന്നു, അവരെ തേജസ്കരിക്കുന്നു. എന്തിനു വേണ്ടിയാണിത്? തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോട് അവർ അനുരൂപപ്പെടണം. ആത്യന്തികമായി അതാണ് സാധ്യമാകേണ്ടത്. യേശുക്രിസ്തുവാണ് അതിന് നമ്മുടെ മാതൃക. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഇക്കാര്യത്തിൽ ആദ്യജാതൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവൻ തേജസ്സും ബഹുമാനവും അണിഞ്ഞവനായി കാണപ്പെടുന്നു. അവൻ അങ്ങനെ ആയിരിക്കുകയാണ്. ഇനി നാം ആണ് തേജസ്കരിക്കപ്പെടേണ്ടത്. അത് നമ്മുടെ കർത്താവിൻ്റെ പുനരാഗമനത്തിൽ, മടങ്ങി വരവിൽ അത് സംഭവിക്കും. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം അത് കാണുന്നു. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. നാം ഇന്നത് ആകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാർ ആകും എന്ന് നാം അറിയുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തോട് നിലവിളിക്കുവാൻ നാം എത്രമാത്രം സന്നദ്ധരാണ്? ദൈവത്തെ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തെ വാഞ്ചിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ നിലവിളിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. അങ്ങനെയുള്ളവരെ കർത്താവ് മുന്നറിഞ്ഞിരിക്കുന്നു. തന്നെ ആരാണ് സ്നേഹിക്കുന്നത് എന്ന് ദൈവത്തിന് മുന്നമേ അറിയാം. അങ്ങനെയുള്ളവരെ അവൻ വിളിക്കുന്നു. വിളിച്ചവരെ അവൻ മുൻ നിയമിച്ചിരിക്കുന്നു, നീതീകരിച്ചിരിക്കുന്നു. അവരെ താൻ തേജസ്കരിക്കും. കിൻഡർഗാർട്ടൻ ബെഥെസ്ദയിലെ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ കരുതുകയാണ്. പുതിയ ഒരു എപ്പിസോഡുമായി നാം വീണ്ടും കണ്ടുമുട്ടും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഐ ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.